എല്ലാവർക്കും ലേണിംഗ് പോയിന്റ് പി എസ് സിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നളന്ദ സർവകലാശാലയെ പറ്റിയിട്ടാണ്. വിദ്യാഭ്യാസ രംഗത്തെ പുരോഗതി എന്ന ഭാഗത്തു നിന്നായിരിക്കും ഈ ചോദ്യം ഉണ്ടാകുക. അപ്പോൾ നമുക്ക് നോക്കാം. നളന്ദ സർവകലാശാല ആരാണ്? നളന്ദ സർവകലാശാലയുടെ സ്ഥാപകൻ 5-ാം നൂറ്റാണ്ടിൽ കുമാരഗുപ്തനാണ് നളന്ദ സർവകലാശാല സ്ഥാപിച്ചത്. അപ്പോൾ നളന്ദ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? കുമാരഗുപ്തൻ. 5-ാം നൂറ്റാണ്ടിലാണ് എന്ന കാര്യം ഓർക്കുക. ഇനി ചരിത്രം പഠിക്കുന്ന സമയത്ത് നമ്മളവിടെ പഠിക്കുന്നതാണ് നളന്ദ സർവകലാശാല ആക്രമിച്ച് നശിപ്പിച്ചത് ബക്തിയാർ ഖിൽജിയാണ്. ആരാണ്? ബക്തിയാർ ഖിൽജി. 1193 ബക്തിയാർ ഖിൽജിയാണ് നളന്ദ സർവകലാശാല എന്ത് ചെയ്തത്? ആക്രമിച്ച് നശിപ്പിച്ചത്. ഇനി നളന്ദ സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് ഇന്നത്തെ ബീഹാറിലാണ്. അപ്പം നളന്ദ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? ബീഹാറിൽ സ്ഥിതി ചെയ്യുന്നു. ഇനി നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിന് പിന്തുണ നൽകിയ രാഷ്ട്രപതി APJ അബ്ദുൽ കലാം. അല്ലേ? ഒരുപാട് വിദ്യാഭ്യാസ കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്ന വ്യക്തിത്വമായ APJ അബ്ദുൽ കലാമാണ് നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിന് പിന്തുണ നൽകിയ രാഷ്ട്രപതി. ഇനി നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിന് ശേഷം പുതിയ സർവകലാശാല ആരംഭിച്ചത് എന്നാണെന്ന് ചോദിച്ചാൽ 2010 നവംബർ 25. അപ്പോൾ ഡേറ്റ് ഒന്ന് ഓർത്തോണം. 2010 നവംബർ 25 പുനരുദ്ധാരണത്തിന് ശേഷം നളന്ദ സർവകലാശാല ആരംഭിച്ചത്. അങ്ങനെ ആരംഭിച്ച നളന്ദ സർവകലാശാലയുടെ ആദ്യ ചാൻസലർ ആരായിരുന്നു? നമ്മുടെ അമർത്യാസനായിരുന്നു. ആരായിരുന്നു? അമർത്യാസൻ. ഇനി നമ്മുടെ നളന്ദ സർവകലാശാലയുടെ പുനരുദ്ധാരണത്തിൽ സഹകരിച്ച അന്താരാഷ്ട്ര സംഘടന ഏത് എന്ന് ചോദിച്ചാൽ അതേതാണ്? ആസിയാനാണ്. ഏതാണ്? ആസിയാൻ.